ഷൊർണൂർ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ പുതിയ കെട്ടിട നിർമ്മാണം പൂർത്തിയായി. 4169 ചതുരശ്രയടി വിസ്തൃതിയിലാണ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. വി.കെ. ശ്രീകണ്ഠൻ എം.പി ഫണ്ടിൽ നിന്നും അനുവദിച്ച തുക കൊണ്ടാണ് കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കിയത്. സ്ത്രീ പുരുഷ വാർഡുകളും ഡോക്ടർമാർക്കുള്ള മുറികളും ഉൾപ്പെടെയാണ് കെട്ടിടത്തിലെ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. എം.പി ഫണ്ടിൽ നിന്ന് 1 കോടി രൂപ ചെലവഴിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത്. സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ സ്ഥലപരിമിതിയുള്ളതിനാൽ കിടത്തി ചികിത്സയുൾപ്പെടെ വലിയ പ്രതിസന്ധി നേരിട്ടിരുന്നു. പഴയ കെട്ടിടത്തിൽ 2 ഭാഗങ്ങളിലായാണ് കിടത്തി ചികിത്സാ വിഭാഗവും ഡോക്ടർമാരുടെ പരിശോധനാ കേന്ദ്രവും പ്രവർത്തിച്ചിരുന്നത്. ഇതു പരിഹരിക്കാനായി പുതിയ കെട്ടിടം ആശുപത്രി അധികൃതർ ആവശ്യപ്പെട്ടിരുന്നു. അടുത്ത ദിവസങ്ങളിൽ കെട്ടിടം തുറന്നു നൽകുമെന്ന് നഗരസഭാ ചെയർമാൻ M.K. ജയപ്രകാശ് പറഞ്ഞു. ഗവൺമെന്റ് ആശുപത്രിയിലെ എം.പി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നടക്കുന്ന പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർണ്ണമായിട്ടും കഴിഞ്ഞു. ഇനി അതിനകത്തുള്ളത് പമ്പിങ്ങും ഇലക്ട്രിഫിക്കേഷനുമാണ്. അതിനു വേണ്ടിയിട്ടുള്ള ടെക്നിക്കൽ സാക്ഷന് വേണ്ടി നമ്മൾ സമർപ്പിച്ചിട്ടുണ്ട്. കിട്ടിയാൽ ഉടനെ അതിൻ്റെ പ്രവൃത്തി ആരംഭിച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ അത് ഉദ്ഘാടനം ചെയ്യാൻ സാധിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഗവൺമെൻറ് ആശുപത്രിയിൽ എം.പി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന കെട്ടിടത്തിൻ്റെ ഇപ്പോഴുള്ള അവസ്ഥ. ഈ കെട്ടിടം വരുന്നതോടുകൂടി എത്രത്തോളം ആളുകൾക്ക് ഇപ്പോഴുള്ള സൗകര്യങ്ങളിൽ നിന്ന് കൂടുതൽ മെച്ചപ്പെടുത്താൻ കഴിയും? വരുന്നതോടുകൂടി നമുക്കൊരു നല്ല നിലയിൽ അത് കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന ഒരവസ്ഥയുണ്ട്. ഒരു നല്ല ഹോളായിട്ട് തന്നെയാണ് കെട്ടിടമുള്ളത്. ഇപ്പോൾ നമ്മളിവിടെ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് കമ്മിറ്റി എല്ലാം യോഗം ചേർന്നുകൊണ്ട് അതുപോലെ എം.പിയുടെ കൂടി അഭിപ്രായങ്ങൾ മുഖവിലക്കെടുത്ത് ഏത് ആവശ്യങ്ങൾക്കാണ് ഇത് ഉപയോഗിക്കേണ്ടത് എന്ന് നമ്മൾ പരിശോധിച്ച് ചെയ്യാമെന്നാണ് ഇപ്പോൾ വെച്ചത്. പാർലമെന്റ് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപായി തറക്കല്ലിട്ട കെട്ടിടത്തിന്റെ നിർമ്മാണം 6 മാസത്തിനകം തന്നെ പൂർത്തിയാക്കിയെന്ന് നഗരസഭ അസിസ്റ്റന്റ് എഞ്ചിനീയർ പറഞ്ഞു. ഇലക്ട്രിക്കൽ ജോലികൾ പൂർത്തിയാക്കാനുള്ള പ്രവൃത്തികൾക്കായി ദർഖാസ് നടപടികളും ആരംഭിച്ചു. നിലവിൽ പ്രതിദിനം 300-ലധികം രോഗികളാണ് ആശുപത്രിയിലെത്താറുള്ളത്. UTV ന്യൂസ്, പാലക്കാട്.